ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പ്രതിപക്ഷ ബഹിഷ്കരണത്തോടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടല്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നുവരുന്നുണ്ടെന്നാണ്. സാർ, ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം സാർ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് അതേസമയം സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം ജോസഫിന്റെ ആത്മഹത്യയിൽ ധനമന്ത്രിയുടെ വാദങ്ങൾ തള്ളി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ധനമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ധൂർത്തും ആർഭാടവുമാണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നിരയിൽ PC വിഷ്ണുനാഥാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത്. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേര് ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര് സാർ. ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. 50 രൂപ വേണം അദ്ദേഹത്തിന് മുതുകാട് കവലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും. ആ സാഹചര്യത്തിൽ ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസ് കൊടുത്തല്ല സാർ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ, കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകുമോ സർ? അതേസമയം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയെന്ന പുതിയ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഫെബ്രുവരി 15-ന് സമ്മേളനം അവസാനിക്കും. ബജറ്റ് ഫെബ്രുവരി 5-ന് തന്നെ നടക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ആദ്യം ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയെന്ന വിവരം വരുന്നുണ്ട്. എന്താണ് അതിന്റെ പശ്ചാത്തലം? വിജയകുമാർ, ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നതാണ്. പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചാണ് നിയമസഭാ സമ്മേളനം ഫെബ്രുവരി 15 വരെ മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനം നേരത്തെ ഈ പ്രതിപക്ഷത്തിന്റെ അടക്കം ഈ സമരാഗ്നി പ്രതിഷേധ ജാഥ കേരള പര്യടനം അടക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടി ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ മാറ്റമില്ല. ഫെബ്രുവരി 5-ാം തീയതി തന്നെ നിയമസഭയിൽ സംസ്ഥാന ബഡ്ജറ്റ് നടക്കും. തുടർന്ന് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി 15-ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുമെന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇനി നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതിലേക്ക് വന്നാൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നയപ്രഖ്യാപനത്തെ തുടർന്നുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ ആദ്യ ദിവസം സഭയിൽ അരങ്ങേറിയത്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്ലക്കാർഡുകളും എന്തിയാണ് പ്രതിപക്ഷം സഭയിലെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഈ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ക്ഷേമ പെൻഷൻ നൽകാതെ സർക്കാർ പാവങ്ങളെ പട്ടിണിക്കിടുന്നു, സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതായിരുന്നു PC വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലെ ഉള്ളടക്കം. മാത്രമല്ല, ഈ ജോസഫിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. പക്ഷേ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു പ്രതികരണമായിരുന്നു ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ആത്മഹത്യ ചെയ്തതിന് കാരണം ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതല്ല എന്നുള്ള സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു വർഷത്തിനിടെ സർക്കാരിൽ നിന്ന് 52,400 രൂപ ക്ഷേമ പെൻഷൻ വഴിയും തൊഴിലുറപ്പ് വഴിയും ജോസഫിന് ലഭിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. പക്ഷേ ഈ പ്രതികരണത്തിന് പിന്നാലെ സഭയിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ജോസഫിനെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും പറഞ്ഞു. മാത്രമല്ല, ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാർ എന്ന വാദമാണ് ഇന്ന് നിയമസഭയിൽ ഉയർത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 18 മാസത്തോളം കുടിശ്ശിക വരുത്തിയെന്നും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം വാദിച്ചു. പക്ഷേ ഈ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട് സഭയെ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുക
തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 3 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് മുടങ്ങിയത്. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രിയുടെ നടപടിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് PC വിഷ്ണുനാഥ് MLAയും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുകയാണല്ലോ പ്രതീക്ഷ. ഗവർണർക്കെതിരെ വലിയ വിമർശനം ഭരണപക്ഷത്തു നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ ചർച്ചയിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ. കാരണം ഗവർണറുടെ നടപടിയിൽ ആദ്യഘട്ടത്തിൽ സർക്കാരും മന്ത്രിമാരും ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് SFI നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഗവർണർ എടുത്ത നടപടി സർക്കാരിനെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ ഗവർണർക്കെതിരെ വലിയ കടന്നാക്രമണം തന്നെയാണ് CPIM-ഉം സർക്കാർ പ്രതിനിധികളും അടക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന നയപ്രഖ്യാപനത്തെ തുടർന്നുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. കാരണം ഈ ചർച്ച അവതരിപ്പിക്കുന്ന ഓരോ അംഗങ്ങളും പ്രധാനമായും ഗവർണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ തന്നെയായിരിക്കും സ്വീകരിക്കുക. ഗവർണറെ അനുനയിപ്പിക്കാൻ വേണ്ടി ഗവർണർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി ഗവർണറോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ മൃദു സമീപനമോ വേണ്ട എന്നൊരു നിലപാടിലേക്ക് പാർട്ടിയും സർക്കാരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിലും ഗവർണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇനി 3 ശരി പ്രതീക്ഷ, എന്തായാലും നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും ഗവർണർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്നുണ്ട്. അടിയന്തര പ്രമേയത്തിന് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും നേരിട്ട് സഭാതലത്തിൽ നിന്ന് ഏറ്റുമുട്ടുകയും ചെയ്തു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ റിപ്പോർട്ടിലേക്കാണ്. രാഷ്ട്രീയ അട്ടിമറി നടന്ന ബീഹാറിൽ ചടുല നീക്കങ്ങൾ. ഭൂരിപക്ഷം തെളിയിക്കും വരെ കാത്തിരുന്ന് കാണാമെന്ന RJDയുടെ വെല്ലുവിളിക്ക് പിന്നാലെ സ്പീക്കറെ മാറ്റാൻ BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിതീഷ് വിരുദ്ധരെ പാളയത്തിലെത്തിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ നീക്കം. നിതീഷിന്റെ മടക്കം നൽകിയ ആത്മവിശ്വാസത്തിൽ കൂടുതൽ പേരെ ഒപ്പം ചേർക്കാൻ BJPയും നീക്കം തുടങ്ങി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി BJP ആശയവിനിമയം നടത്തും. ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതിനിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായയാത്ര ബീഹാറിലേക്ക് കടന്നു. പട്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, എന്താണ് ബീഹാറിലെ പുതിയ സാഹചര്യം? രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതീഷും 4-ാം തീയതി ഫെബ്രുവരി 4-ന് ഒരേ വേദിയിൽ എത്തും എന്ന വിവരവും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലേക്ക് കടക്കും മുമ്പ് ഇവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള BJPയുടെ ഒരു ലക്ഷ്യം അത് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. NDA സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ NDA സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ കാലയളവ് വർദ്ധിപ്പിക്കണം എന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ നിതീഷ് കുമാർ എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പമാണ് സ്പീക്കർ, നിലവിലെ സ്പീക്കറായ RJD അംഗം അവധ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നു. 10-ലേറെ പേരാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം RJD ആകട്ടെ സമാന്തരമായി തന്നെ ഈ വിശ്വാസം നേടുന്നതിന് സഭയ്ക്കകത്ത് തടയിടാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് JDU ഇത്തരത്തിൽ BJPയുമായി കൈകോർത്തത് എന്ന് മനസ്സിലാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെ BJPക്കും JDUവിനും നൽകാൻ ലക്ഷ്യം വെച്ച് കൂടുതൽ പാർട്ടികളെ തങ്ങളോടൊപ്പം കൊണ്ടുവരാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരിക്കുന്നു. പ്രധാനമായും പ്രാദേശികമായ സമുദായ നേതാക്കൾക്ക് അല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഉപേന്ദ്ര കുശവാഹ, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി അടക്കമുള്ള നേതാക്കളെ ഒപ്പം കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ യാദവ മുസ്ലിം വോട്ടുകൾ മാത്രം സംസ്ഥാനത്തെ 31% വരും. അത് 41%ത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാമെന്നും നിലവിലുള്ള BJPയുടെ കൈവശവും JDUവിന്റെ
കൈവശമുള്ള ഈ 39 സീറ്റുകളിൽ ബഹുഭൂരിഭാഗവും പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടൽ RJDക്കും കോൺഗ്രസിനുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനിടെയാണ് ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ RJD ഓഫീസിൽ നേതാക്കൾ ആരും തന്നെ നിലവിൽ ഇല്ല. അതേസമയം നേതാക്കളുടെ വീടുകൾ, പ്രധാനമായും ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ് യാദവ് എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നേതൃത്വം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പല നേതാക്കളെയും ഇതിനകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെ തന്നെ തങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. RJD അത്തരത്തിലൊരു വെല്ലുവിളി സഭയ്ക്ക് ഉള്ളിൽ ഉയർത്തുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ BJP പാളയത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. സർക്കാർ രൂപീകരണത്തിന് ശേഷവും തിരക്കിട്ട നാടകീയ നീക്കങ്ങൾ തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത്. പട്നയിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നു. ജാഥ നടക്കുന്നത് കൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തിന് നിങ്ങൾ വലിയ സഹകരണമാണല്ലോ നൽകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരം വർത്തമാനങ്ങൾ വേണ്ടെന്ന് പരസ്പരം ഇരുവരും യോഗത്തിൽ പറഞ്ഞു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്തൊക്കെയാണ് കാര്യോപദേശക സമിതി യോഗത്തിൽ നടന്നത്? ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒടുവിൽ സർക്കാർ കൂടി അംഗീകരിച്ച് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ, അല്ലേ? വിജയകുമാർ, പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതെങ്കിലും ഈ കാര്യോപദേശക സമിതിയിൽ രൂക്ഷമായ വാക്പോരായിരുന്നു പ്രതിപക്ഷ നേതാവും ഒപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ അരങ്ങേറിയത്. പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന ഉള്ള ആവശ്യം ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമരാഗ്നി എന്ന പേരിലുള്ള സംസ്ഥാന യാത്ര അവർ നടത്തുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു. 9-ാം തീയതി മുതലാണ് ജാഥ ആരംഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി സഹകരിക്കണം എന്നുള്ളതായിരുന്നു, സർക്കാർ കൂടി സഹകരിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം. എന്നാൽ നിങ്ങൾ നല്ല സഹകരണമാണല്ലോ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടി. അതുകൊണ്ട് തന്നെ അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ചും ഇത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. അങ്ങനെ ഏറെ നേരം ആ വാക്പോര് നീണ്ടു. ഒടുവിൽ പ്രതിപക്ഷം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് സഭാ സമ്മേളനം അവസാനിക്കുക എന്നുള്ളതാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരമുള്ളത്. മാത്രമല്ല 2-ാം തീയതി ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചില്ല. ഫെബ്രുവരി 5-ന് നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം ഫെബ്രുവരി 5-ന് തന്നെയായിരിക്കും ഈ ബജറ്റ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഫെബ്രുവരി 12 മുതൽ 15 വരെ ബജറ്റിന്മേലുള്ള ചർച്ച. അതിനുശേഷം വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി 15-ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും എന്നുള്ളതാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിജയകുമാർ. കാര്യോപദേശക സമിതി യോഗത്തിൽ വലിയ തർക്കമുണ്ടായി എങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ അവിടെ നടന്നു എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാക്കം കാരേരിക്കുന്ന് കോളനിയിലെ ശരത്തിനാണ് പരിക്കേറ്റത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശരത്ത്. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചിരുന്നു. ഈ ആന നേരെ ഞങ്ങൾ ചെറിയൊരു ഒച്ചപ്പാടുണ്ടാക്കി. അപ്പം ആന ക്രോസ് ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ഇത് കുമ്പില്ലേ അതിലിങ്ങനെ തള്ളിയിട്ടിട്ട് അവനെ കൊണ്ട് പോയി അവിടെ നിന്ന് കൊള്ളുന്ന അപ്പം കൊണ്ടിട്ടാൽ എന്നിട്ട് ലാസ്റ്റ് അനിയൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ സംഭവം വന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ അനിയന് പോയി അവനെ പൊക്കിയെടുത്തിട്ട് വന്നു. ആനെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ചൊക്കെയാണ് ഇവന്മാരെ എനിക്കിട്ട് തല്ലിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
നിലവിൽ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. പുൽപ്പള്ളി, പാക്കം, കാരിരിക്കുന്ന ആദിവാസി കോളനിയിലെ വിജയൻ കമലക്ഷി ദമ്പതികളുടെ മകൻ ശരത്തിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടെ പുഴമൂല കോളനിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. കുട്ടി ആന 2 തവണ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് എറിഞ്ഞതായാണ് ലഭ്യമാകുന്ന വിവരം. ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കളാണ് ഇക്കാര്യം കോളനിയിലുള്ളവരെ അറിയിച്ചത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് പിന്നീട് ശരത്തിനെ കണ്ടെത്തിയത്. പുൽപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ കുട്ടിയുള്ളത്. ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ശരത്ത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ചേകാടിയിൽ നിന്ന് ഒരു ദൃശ്യം പുറത്തു വന്നത്. 2 ബൈക്ക് യാത്രികർ പോകുമ്പോൾ ഒരു കാട്ടാന തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ബൈക്കിൽ നിന്ന് വീണ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിരുന്നു. എന്തായാലും ആ മേഖലയിൽ ഈ കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവുമുള്ള പ്രദേശമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിജയകുമാർ. പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരിക്കേറ്റ ശരത്ത്. ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുറച്ചേറെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.